ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് 2008 പുറത്തിറങ്ങിയ 7 പൗണ്ട്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു മിസ്റ്ററി ഇമോഷണൽ ഡ്രാമയാട്ടോ. ഒരുമാതിരിപ്പെട്ട ആളുകളുടെയൊക്കെ കണ്ണ് ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും. ഇതിലെ നമ്മുടെ ഹീറോയ്ക്ക് അറിയാതെ പറ്റുന്നൊരു കയ്യബദ്ധം, അത് അയാളുടെ ജീവിതം തന്നെ മാറ്റാ. താൻ ചെയ്ത തെറ്റിനുള്ള ഒരു പ്രായശ്ചിത്തമായിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം. ഒരുപക്ഷെ നമുക്കിടയിലും കാണും ഇതുപോലത്തെ ആളുകൾ. പണ്ടെപ്പോഴോ പറ്റിയ തെറ്റിന്റെ പേരിൽ ഇപ്പോഴും നീറി നീറി കഴിയുന്നവർ. ഇവിടെ നമ്മുടെ ഹീറോ ചെയ്തത് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും അതാണ് അയാളുടെ ശരി. അപ്പം ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് പോവാണ്. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും ഷെയറും കൂടി. എന്നാ പിന്നെ മൂവിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ബെൻ 911 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് തനിക്കൊരു ആംബുലൻസ് വേണമെന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന്, നിങ്ങളിപ്പോൾ കോൾ ചെയ്യുന്നത് ലോസ് ആഞ്ചലസിലെ 9212 എന്ന വെസ്റ്റ് 3rd സ്ട്രീറ്റിൽ നിന്നല്ലേ? അതെ, റൂം നമ്പർ 2. എന്താണ് സാർ എമർജൻസി? ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നു. ആരാണ് അയാൾ? അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് ആ ഫോൺ കട്ടാവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പാ കാണിക്കുന്നേ. അവിടെയാ ബെൻ ഒരു ബീച്ചിലൂടെ നീന്തുന്നത് കാണിക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, 7 ദിവസം കൊണ്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, എന്നാ എൻ്റെ ജീവിതം തകർന്നത് വെറും 7 സെക്കൻഡ് കൊണ്ടാണെന്ന്. അവിടെ നിന്ന് അവൻ നേരെ അവൻ്റെ ബീച്ച് ഹൗസിലോട്ട് കയറി പോവാട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാം അവൻ നല്ലൊരു പണക്കാരനാണെന്ന്. എന്നാ അതിൻ്റെതായ ഭാവമൊന്നും അവനില്ല. എന്തോ മനസ്സിൽ വലിയൊരു ഭാരം കൊണ്ട് നടക്കുന്നവനെ പോലെയാ അവൻ്റെ നടപ്പ്. അതുകൊണ്ട് തന്നെ കോപവും ദേഷ്യവും സങ്കടമൊക്കെ നിറഞ്ഞ ഒരു മുഖം അവൻ്റേത്. ശേഷം അവൻ റെഡിയായി അവൻ്റെ സോഫയിൽ വന്നിരിക്കുക. അപ്പോൾ അവിടെ കുറേ ബുക്കുകളും പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഒപ്പം ഒരു ലിസ്റ്റും. അതിൽ കുറച്ച് ആളുകളുടെ പേരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇസ്ര എന്ന പേരുള്ള ആളെ ബെൻ വിളിക്കാട്ടോ. ഒരു കസ്റ്റമർ കെയറിലേക്കാ അപ്പോൾ കോൾ പോകുന്നേ. അപ്പോൾ ഇസ്ര എന്ന പേരുള്ള ആൾ ഫോൺ എടുത്ത് ബെന്നോട് സംസാരിക്കുക. അയാൾക്ക് കണ്ണ് കാണില്ലാട്ടോ. അപ്പോൾ ബെൻ, അതെ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് കുറച്ച് ബീഫ് വാങ്ങിയിരുന്നു. ഇത്ര നിലവാരമില്ലാത്ത സാധനമാണ് നിങ്ങൾ കൊടുക്കണതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇസ്ര, 1 മിനിറ്റ് സാർ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. സാറിൻ്റെ പേരെന്താണ്? ബെൻ തോമസ്. ഉടനെ ഇസ്ര ഈ കണ്ണ് കാണാത്തവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ മിഷ്യനിലടിച്ച് ബെൻ വാങ്ങിയ സാധനം നോക്കാം. ആ മിഷ്യൻ പറയും ബെൻ എന്ന പേരിൽ ആരും സാധനം വാങ്ങിയിട്ടില്ലെന്ന്. ഇതയാൾ ബെന്നിനോട് പറയുമ്പോൾ, അതെ, ഞാനിപ്പോൾ ഒരു ശബ്ദം കേട്ടല്ലോ, അതെന്താന്ന് പറയോ? അതൊന്നുമില്ലല്ലോ സാർ. ആർ യു ബ്ലൈൻഡ്? എന്താ സാർ, നിങ്ങളൊരു പൊട്ടക്കണനാണോന്ന്? അവരുപയോഗിക്കുന്ന മെഷീൻ്റെ ശബ്ദമല്ലേ ഞാനിപ്പോൾ കേട്ടെ? അത് സാർ, ഒന്നുമില്ലടോ. തന്നെപ്പോലുള്ള പൊട്ടക്കണ്ണന്മാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാ നല്ലൊരു ബീഫ് കിട്ടണേ? നിന്റെ ലൈഫിൽ നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോടാ? നീ കടൽ കണ്ടിട്ടുണ്ടോ? അതിന്റെ നിറം എന്താണെന്നറിയോ? അത് ബ്ലൂ അല്ലേ സാർ? ഓ, അത് ഈ മിഷൻ പറഞ്ഞെന്ന പോലെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇങ്ങനെ ആരെയും ആശ്രയിക്കാതെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടാ? ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇസ്രാക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ. എങ്കിലും അവൻ ഇങ്ങോട്ട് വിളിച്ചതിന് നന്ദി സാർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാ. ശേഷം ബെന്നിനെ കാണിക്കുമ്പോൾ അവൻ ഇങ്ങനെയുള്ള ഒരാളോട് ദേഷ്യപ്പെട്ടതിന് വളരെ സങ്കടപ്പെട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയാ. ഇതെന്ത് കൂത്താന്ന് നമുക്കപ്പോൾ തോന്നും. 7 പൗണ്ട്സ് എന്ന സിനിമ അവിടെ അപ്പം ആരംഭിക്കുക. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് IRS ഡിപ്പാർട്ട്മെന്റ് ഓഫീസാ. ഇതാ രാജ്യത്തെ ടാക്സ് ഒക്കെ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആട്ടോ. അവിടെ അപ്പോൾ നമ്മുടെ ബെൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ സിസ്റ്റത്തിൽ എമിലി എന്നു പേരുള്ള ഒരു ലേഡിയുടെ ഡീറ്റെയിൽസ് വരുവാ. അതൊക്കെ നോക്കിയ ശേഷം ബെൻ അവരുടെ വീട്ടിലേക്ക് പോവാ. അവിടെ ചെല്ലുമ്പോൾ എമിലി ഹോസ്പിറ്റലിൽ പോയേക്കാന്ന് പറയും. ഉടനെ ബെൻ അവിടേക്ക് പോവും. അവിടെ ചെന്ന് റിസപ്ഷനിൽ എമിലിയുടെ റൂം നമ്പർ ചോദിച്ച ശേഷം അങ്ങോട്ട് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ബെൻ എമിലിയെ കാണുക. അവളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ വലിയൊരു അസുഖം അവളെ ബാധിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ബെൻ അവിടെ വെച്ച് അവളോടൊന്നും സംസാരിക്കില്ല. പിന്നെ അവൾ ഉറങ്ങുമ്പോൾ റൂമിൽ ചെന്ന് കുറച്ചേരം നോക്കി നിന്നിട്ട് അവൻ അവിടെ നിന്ന് പോവാ. അങ്ങനെ പോണ സമയത്ത് എമിലി അവനെ കാണുന്നുണ്ട് കേട്ടോ. ശേഷവും കാറിൽ പോകുമ്പോൾ അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അവനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു കേട്ടോ. ഭാര്യയുമൊത്തുള്ള വളരെ സന്തോഷപരമായ ഒരു ജീവിതമായിരുന്നു അവൻ്റേത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ അവൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു കോൾ വരുന്നതാ. അത് അവൻ്റെ അനിയനായിരിക്കും. അപ്പം ബെൻ ഫോൺ എടുക്കുമ്പോൾ, നീ എവിടെയാടാ? നീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ? അതൊന്നുമില്ലടാ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നീ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലേ? നിന്റെ ശബ്ദം കേട്ടിട്ട് നിനക്കെന്തോ വയ്യായ്ക്കുള്ളത് പോലെ. ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. പിന്നെ അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ആ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ പിന്നെ വിളിച്ചതേ, എൻ്റെ എന്തെങ്കിലും സാധനം നീ എടുത്തായിരുന്നോ? ഹേ, ഇല്ലല്ലോ, ഞാനൊന്നും എടുത്തിട്ടില്ല. നീ അവിടെ തന്നെ നോക്ക്, അവിടെ തന്നെ ഉണ്ടാവും. എന്നാ ശരിടാ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ബെൻ ഫോൺ കട്ട് ചെയ്യാ. ശേഷം അവൻ വീണ്ടും ഒരു ഹോസ്പിറ്റലിലോട്ട് പോവാ.
ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ വയസ്സായവർക്ക് വേണ്ടിയൊക്കെ നടത്തുന്ന ഓൾഡ് ഏജ് ഹോം പോലത്തെ ഒരു ഹോസ്പിറ്റൽ. അവിടെ ചെന്ന് ഞാൻ ഇൻകം ടാക്സ് ഓഫീസറാണെന്നും പറഞ്ഞ് അവിടുത്തെ ഓണറെ കാണാം. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അവൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണോ അതോ ഇൻകം ടാക്സ് ഓഫീസർ ആണോ എന്ന്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എന്നിട്ട് അവൻ ഓണറോട് പറയും, നിങ്ങളിപ്പോൾ കൃത്യമായി ടാക്സ് ഒന്നും കിട്ടുന്നില്ല, ടാക്സ് മര്യാദയ്ക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അയാൾ, നോക്ക് സാർ, ഈ സ്ഥാപനം വളരെ മോശം സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, കുറച്ച് സാവകാശം എനിക്ക് തരണം, അതിനുള്ളിൽ ഞാൻ എല്ലാം ശരിയാക്കാം. ഇത് കേൾക്കുമ്പോൾ ബെൻ അതിന് സമ്മതിക്കുക. ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്ന ബെൻ പോണ വഴി ഒരു റൂമിൽ കയറി ഒരു വയസ്സായ സ്ത്രീയെ കാണാം. എന്നിട്ട് അവരോട്, നിങ്ങൾക്ക് സുഖമാണോ, ഇവിടെയുള്ളവർ നിങ്ങളെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം അമ്മുമ്മ ഒരു പേപ്പർ എടുത്ത് കരഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുക, ഇവിടെ ആരും ഞങ്ങളെ മര്യാദയ്ക്ക് നോക്കുന്നില്ല, ഭയങ്കര ടോർച്ചറിങ് ആണെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ ബെൻ ആ ഓണറിൻ്റെ അടുത്ത് ഇത് ചൂടാവാ, നീ ഇവിടെ നല്ല പ്രവൃത്തികൾ ചെയ്തു എന്ന് വെച്ചാ ഞാൻ നിന്നെ സഹായിക്കാന്ന് വെച്ചേ, എന്നാ ഇവരെയൊക്കെ നീ മര്യാദയ്ക്ക് നോക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് നിനക്ക് യാതൊരു സഹായവും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇനിയും വരും, അപ്പോഴും ഇവരിങ്ങനെ തന്നെയാ പറയണമെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ അവിടുന്ന് പോവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ബെൻ അവൻ്റെ ഫ്രണ്ടിനെ പോയി കാണുന്നതാ. എന്നിട്ട് അവനോട് പറയും, നീ എന്നെ 15-ാം തീയതി വിളിക്കാന്ന് പറഞ്ഞതാ, ദേ ഇപ്പൊ 19 നിനക്ക് തരാൻ എനിക്ക് പുതിയ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നാലും നിനക്കെന്നെ വിളിക്കായിരുന്നു. നമുക്കൊരു പ്ലാൻ ഉണ്ട്, അത് നീ എനിക്ക് ചെയ്തു തരാമെന്ന് പ്രോമിസ് ചെയ്തതാ. ഇത് കേൾക്കുമ്പോൾ ആ ഫ്രണ്ടിന്റെ മുഖം മാറുന്നുണ്ട്. ശേഷം ബെൻ അവിടുന്ന് പോവാ. എന്നിട്ട് അവൻ നേരെ അവിടുന്ന് പോണത് അവൻ ആദ്യം കാണാൻ പോയ ലേഡിയിലെ എമിലി അവരുള്ള ഹോസ്പിറ്റലിലോട്ടാ. അവിടെ ചെന്ന് അവിടുന്ന് കഫ്റ്റേരിയിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഒപ്പം അവിടെ കണ്ടൊരു പയ്യനെ നോക്കി അവൻ ചെയ്യുന്നത് കണ്ട് എൻജോയ് ചെയ്യാ. അപ്പോൾ അതിന്റെ ബാക്കിലായി എമിലി ഇരിക്കുന്നുണ്ടായിട്ടോ. എമിലി ബെന്നിനെ കണ്ടതും വേഗം അവൻ്റെ അടുത്തേക്ക് വരുവാ. എന്നിട്ട് അവനോട്, നിങ്ങൾ ഈ പയ്യനെയാണോ നോക്കുന്നത് അതോ എന്നെയാണോ എന്ന് ചോദിക്കും. അതല്ല, കഴിഞ്ഞ ദിവസം നിങ്ങളല്ലേ എൻ്റെ റൂമിൽ വന്നത്? ഹേ, അത് ഞാനൊന്നുമല്ല, പക്ഷേ ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. ബെൻ, ഞാൻ നിങ്ങളുടെ ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നേ. അപ്പോൾ എമിലി, നോക്ക്, ഞാനിപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡിസ്ചാർജ് ആയേ ഉള്ളൂ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന്. അപ്പോൾ ബെൻ ഓക്കെ പറഞ്ഞ് അവിടുന്ന് പോവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ബെൻ ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നതാ കുറച്ച് ദിവസത്തേക്കെന്ന് പറഞ്ഞ്. അങ്ങനെ റൂം എടുത്ത് കൊണ്ടുവന്ന ലഗേജുമായി അവനവിടെ താമസിക്കുക. അപ്പോൾ ആ ലഗേജിൽ ഒരു ആക്സിഡന്റ് നടന്ന് 6 പേർ കൊല്ലപ്പെട്ട ഒരു പേപ്പർ കട്ടിങ്ങും ഉണ്ടാവൂട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം ഒരു ഹൈസ് ഹോക്കി കളിക്കുന്നിടത്ത് നോക്കി നിൽക്കുന്ന ബെന്നിനെയാണ്. അവരുടെ കളി കാണുന്നതിനേക്കാൾ കൂടുതലായി അവൻ അവരുടെ കോച്ചിനെയാണോ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ അവൻ എമിലിയുടെ വീട്ടിൽ പോകും. അവിടെ ചെന്ന് ആ പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എമിലി അവിടേക്ക് വരും. എന്നിട്ടവർ ഒരു വാക്കിങ്ങിനൊക്കെ പോവാ. അപ്പൊ പോണ വഴി ബെൻ കുറെ പേപ്പറൊക്കെ കാണിച്ചിട്ട്, ദേ നിങ്ങൾ ഇത്രയും ടാക്സ് ഒക്കെ അടയ്ക്കാനുണ്ട്, ഇത് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ എമിലി, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാ, ഇപ്പോൾ സ്റ്റേജ് 2 സ്റ്റേജ് 1 വന്നാൽ രക്ഷപ്പെടുമെന്ന് പോലും ഉറപ്പില്ല, പിന്നെ കയ്യിലുള്ള കാശൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തു, അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ ഇപ്പോൾ ടാക്സ് അടയ്ക്കുന്നത്? അപ്പോൾ ബെൻ, അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഇനി ഒരു 6 മാസത്തേക്ക് യാതൊരു ടാക്സിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവില്ല, അഥവാ ഉണ്ടായാൽ എന്നെ കോൾ ചെയ്താൽ മതി. എന്നിട്ട് ബെൻ അവന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുക. അപ്പോൾ എമിലിക്കൊരു ഡൗട്ട് വന്നാ, സാധാരണ ഒരു ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് വന്നാൽ അവരിങ്ങനെയൊന്നും സംസാരിക്കില്ല, പെട്ടെന്ന് ക്യാഷ് അടയ്ക്കാൻ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയോ ചെയ്യൂ, ഇയാളെന്താ ഇങ്ങനെ? എമിലി അപ്പോൾ, നിങ്ങൾ ശരിക്കും ആരാന്ന് ചോദിക്കും. അപ്പോൾ ബെൻ ചിരിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ബെൻ അവരുടെ മിക്ക സാധനങ്ങളും ഹോട്ടൽ റൂമിലേക്ക് മാറ്റുന്നതാ. അപ്പോൾ ആ ഓണർ ചോദിക്കുന്നുണ്ട്, ഹോട്ടലിലേക്ക് ആരും ഇങ്ങനെയൊന്നും സാധനങ്ങൾ കൊണ്ടുവരാറില്ല. അപ്പോൾ ബെൻ, എന്നാ ഞാൻ അങ്ങനെയല്ല എന്ന് പറയും. ശേഷം അവൻ ആ ഹോട്ടൽ റൂമിൽ കൊണ്ടുവന്ന ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് ഒരു ജെല്ലി ഫിഷിന് ഇടുവാട്ടോ. അപ്പോൾ അവൻ കുറച്ച് പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ആദ്യമായി അവൻ പപ്പയോടൊപ്പം പോയി ഒരു അക്വേറിയം വിസിറ്റ് ചെയ്തത്, അവിടെ വെച്ച് ജെല്ലി ഫിഷിനെ കണ്ടത്. അപ്പോൾ പപ്പ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ലോകത്തിലെ മാരകമായ ജീവികളിൽ ഒന്നാണെന്ന്. പക്ഷേ ഇന്നവനത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തുക്കളിൽ ഒന്നാ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ്റെ ഫ്രണ്ട് ഹോട്ടൽ റൂമിൽ അവരെ കാണാൻ വന്നേക്കാം. എന്നിട്ട് ഫ്രണ്ട് പറയും, ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചിരുന്നു, ബാക്കി ഫയലെല്ലാം അദ്ദേഹം നാളെ കൊടുത്തേക്കും. ശേഷം ആ ഫ്രണ്ട് അവരുടെ കുട്ടിക്കാലത്തെ കുറെ സംഭവങ്ങൾ പറയാ, അവർ ഒന്നിച്ച് നടന്നപ്പോൾ ഉണ്ടായ കുറെ സംഭവങ്ങൾ. എന്നാൽ ഇത് കേട്ട് ബെൻ അവനോട് ചൂടാവാ, നീ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യ്, നീ എനിക്ക് വാക്ക് തന്നതാ, അത് ചെയ്യാന്ന്. അപ്പോൾ ഫ്രണ്ട്, ദാ നീ ഇപ്പൊ പറഞ്ഞത് എനിക്കത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാ. അവിടുന്ന് സീൻ കട്ടായാൽ ബെൻ മറ്റൊരു സ്ഥലത്ത് വന്നേക്കാ. അത് ഈ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ എന്നൊരു സംഘടനയാണ്.
എന്ന് വെച്ചാൽ ഈ പിന്നോക്കം നിൽക്കുന്ന ഫാമിലികളെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഫാമിലികൾക്കൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അവിടെ ചെന്ന് ഹോളി എന്ന് പറഞ്ഞ ലേഡിയെ കാണാ. അവർക്ക് ഇവരെ മുമ്പറിയാട്ടോ. ഹോളി അവരെ കണ്ടതും ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുക. ആ, കുഴപ്പമൊന്നുമില്ലാന്ന് അവൻ പറയാ. എന്നിട്ട് അവൻ വന്ന കാര്യം പറയാ. നിങ്ങളുടെ അറിവിൽ സഹായം ആവശ്യമുണ്ടായിട്ടും അത് കിട്ടാത്ത ഏതെങ്കിലും ഫാമിലി ഉണ്ടോ? അപ്പൊ ഹോളി, എന്തിനാ നിനക്കത്? അവരെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഹോളി കോണി ടോപ്പസ് എന്നൊരു ലേഡിയെ കുറിച്ച് പറയാ. അവള് 2 കുട്ടികളുടെ ഒപ്പം അവളുടെ ബോയ് ഫ്രണ്ടിനൊപ്പം താമസിക്കുന്നത്. എന്നാൽ അവനാണെങ്കിലോ ഒരു മൃഗോ, ഡ്രഗ്സിനൊക്കെ അടിമയാ. കഴിഞ്ഞ ദിവസം അവളുടെ 3 ഭാര്യയല്ല അവൻ തകർത്തെ. ഇതിന്റെ പേരിൽ കേസിന് പോവാൻ അവൾക്ക് പേടിയാ, കുട്ടികൾ എന്തെങ്കിലും ചെയ്താലോ എന്നോർത്ത്. അതുകൊണ്ട് ഇവളുടെ കേസിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിനക്ക് സാധിക്കുമെങ്കിൽ ഇവളുടെ കേസിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഹോളി പറയാ. അങ്ങനെ ബെൻ കോണിയുടെ വീട്ടിൽ ചെല്ലും. പതിവ് പോലെ ഞാൻ ഇൻകം ടാക്സ് ഓഫീസറാ, ടാക്സിന്റെ കാര്യം സംസാരിക്കാനാ വന്നതെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറും. ശേഷം ബെൻ കോണിയോട്, എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. നിന്റെ ബോയ് ഫ്രണ്ടിൽ നിന്ന് നീയും നിന്റെ കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ പറ്റാത്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എന്നോട് ഇതിനെപ്പറ്റി ഹോളിയാ പറഞ്ഞ്. നിങ്ങളിനി ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് കോണിക്ക് പേടിയാവാ. ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഞാൻ നിങ്ങളെ സഹായിക്കാം, ഇവിടുന്ന് മാറി താമസിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് എന്താ പോലെ ആവുന്നുണ്ട്. എന്നിട്ട് അവൾ, എനിക്ക് നിങ്ങളുടെ സഹായവും കോപ്പൊന്നും വേണ്ട, എൻ്റെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ വരാറായി, അതിനു മുമ്പ് ദയവേത് നിങ്ങൾ ഇവിടെ നിന്ന് പോവോ എന്ന് പറയാ. അപ്പൊ ബെൻ അവന്റെ വിസിറ്റിംഗ് കാർഡ് അവിടെ വെച്ചിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ. അവിടുന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് ബെൻ വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ സഹായിക്കുന്നതാ. നമ്മൾ മുമ്പ് കണ്ട ആ ഐസ് ഹോക്കി ടീമിന്റെ കോച്ചിനെയാ. അപ്പൊ ആ കോച്ച് ബെന്നിനോട് ചോദിക്കുന്നുണ്ട്, ബെൻ, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോടത് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന്. അപ്പൊ ബെൻ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് എമിലി തന്റെ ഡോഗിനെയും കൊണ്ട് വാക്കിങ്ങിന് പോകുമ്പോൾ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് തലകറങ്ങി വീഴുന്നതാ. ഈ സമയം ബെൻ മറ്റൊരു സ്ഥലത്തായിരിക്കട്ടോ. അത് വേറെങ്ങുമല്ല, തുടക്കത്തിൽ കണ്ണ് കാണാത്ത ഇസ്ര എന്ന് പറഞ്ഞ ആളെ അവൻ കുറെ ചീത്ത വിളിച്ചല്ലോ, അയാളെ കാണാൻ വന്നേക്കാ. അയാളൊരു പിയാനിസ്റ്റ് കൂടിയാണ് കേട്ടോ. കോൾ സെന്ററിൽ ജോലി കഴിഞ്ഞ അയാൾ പാർട്ട് ടൈമായി പാർക്കിലും ബാറിലും ഒക്കെ പിയാനോ വായിക്കും. അങ്ങനെ ബാറിൽ വായിക്കുന്നതിനിടയിൽ ബെൻ അയാളോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായി വായിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. ശേഷം അയാളോട് ഗുഡ് നൈറ്റ് ഇസ്ര എന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് പോവാ. അപ്പോ ഇസ്രയ്ക്കൊരു സംശയം വരുന്നുണ്ട്, തന്റെ പേരെങ്ങനെ ഇയാൾക്ക് കിട്ടിയെന്ന് ഓർത്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബെൻ ഹോട്ടലിൽ എത്തിക്കഴിയുമ്പോൾ അവനൊരു കോള് വരിക. അത് എമിലി ആയിരിക്കും. അപ്പൊ ജോൺ കോൾ എടുത്തിട്ട്, എന്താ എമിലി ഈ നേരത്ത് കോൾ ചെയ്തേക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? IRSന്ന് ആരെങ്കിലും വന്നോ? ഹേ, അങ്ങനെയൊന്നുമില്ല. എന്നെ വീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് ഒന്ന് തലറങ്ങി വീണു. ഇപ്പൊ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതാ നിങ്ങളെ ഒന്ന് വിളിക്കാന്ന് വെച്ചേ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ആശ്വാസമുണ്ട്. അതിനെന്താ, നമുക്ക് സംസാരിക്കാലോ എന്ന് പറഞ്ഞ് ബെൻ അവളോട് സംസാരിച്ച് റോഡിലൂടെ നടക്കുക. അപ്പോൾ എമിലി ചോദിക്കും, ബെൻ, നീ എപ്പോഴെങ്കിലും മരണത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ? ആ, ഇടയ്ക്കൊക്കെ. എന്തേ? എൻ്റെ മുഖമൊക്കെ ഇപ്പം എഴുതിച്ചു തുടങ്ങി. അതൊരു നല്ല ലക്ഷണമല്ല. അങ്ങോട്ട് പോകാൻ സമയമെന്നാ തോന്നുന്നേ. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞ് വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അങ്ങനെ ബെൻ നടന്ന് അവളുടെ അടുത്ത് എത്തും. അപ്പോഴേക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടാവട്ടോ. അപ്പൊ ബെൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ മരണത്തെ പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങളില്ല എമിലി എന്ന്. അന്ന് ബെൻ അവിടെ ഇരുന്ന് ഉറങ്ങാട്ടോ. പിറ്റേ ദിവസം രാവിലെ എമിലി എണീക്കുമ്പോൾ ബെന്നിനെ കാണാ. നിങ്ങളപ്പോൾ വന്നു എന്ന് ബെന്നിനോട് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ വരുവാ. എന്നിട്ട് 2 കാര്യങ്ങൾ പറയും. അതിലൊന്നാമത്തേത് ഒരു ബാഡ് ന്യൂസ് ആയിരിക്കും. നിന്റെ ഹാർട്ട് കുറച്ചുകൂടി വീക്കായിട്ടുണ്ട്. നീ ഇപ്പോൾ സ്റ്റേജ് 2 നിന്ന് സ്റ്റേജ് 1 പിന്നെ രണ്ടാമത്തേത് അതൊരു നല്ല ന്യൂസാ. ഈ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഡോണർ ലഭിക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് നിനക്കായിരിക്കും തരുന്നത്. അപ്പോൾ എമിലി, എനിക്ക് ഡോണർ ലഭിച്ചില്ലെങ്കിൽ ഞാൻ എത്ര നാൾ ജീവിക്കും? കൂടിപ്പോയാ 1.5 മാസം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാ. അപ്പോൾ എമിലി ബെന്നിൻ്റെ കൈ പിടിച്ച് പറയുന്നുണ്ട്, നിനക്ക് ജോബൊന്നും ഇല്ലാത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുമോ? നീ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ബെൻ അതിന് സമ്മതിക്കാം. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ബെൻ അവൻ്റെ ഹോട്ടൽ റൂമിൽ ഇരിക്കുന്നതാ. അപ്പം ബെന്നിന് വീണ്ടും ഒരു കോൾ വരും. അത് ആ കുട്ടികളൊക്കെ ഉള്ള ലേഡി കോണിയായിരിക്കും. അവൾ കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഫോൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച്. ഉടനെ ബെൻ അങ്ങോട്ട് പോവാ. എന്നിട്ട് ബെൻ അവളെ ചെന്ന് കാണുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടി അവളുടെ മുഖമൊക്കെ പൊട്ടിയിരിക്കാട്ടോ. എന്നിട്ട് ബെൻ അവളെ സമാധാനിപ്പിച്ച് അവൻ വന്ന കാർ അവൾക്ക് കൊടുക്കാ, ഒപ്പം ഒരു എൻവെൽപ്പും. എന്നിട്ട് അവൻ പറയും,
നിങ്ങൾ എനിക്കറിയരുത്. നിങ്ങൾ ഈ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് പോകുന്ന സമയം തൊട്ട് നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കുക എന്ന് പറഞ്ഞ് അവരവിടുന്ന് പറഞ്ഞുവിടാ. അവരെ വേറെ എങ്ങോട്ടല്ലോട്ടോ അയക്കുന്നേ, അവന്റെ ബീച്ച് ഹൗസിലോട്ടാ. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഹോട്ടൽ റൂമിലേക്ക് മാറിയത്. അവിടെ എത്തി ആ വീട് കാണുമ്പോൾ കോണിക്കും കുട്ടികൾക്കും വല്ലാത്തൊരു സന്തോഷവും. ശേഷം അവൾ ആ എൻവലപ്പ് പൊട്ടിച്ചു വായിക്കാം. അപ്പോൾ അതിൽ ഒരു കോൺട്രാക്റ്റും ഒരു ലെറ്ററും ഉണ്ടാവും. അപ്പോൾ ആ ലെറ്ററിൽ പറയുന്നത്, ആ കോൺട്രാക്റ്റിന്റെ കുത്തിന്റെ ഭാഗങ്ങളിൽ ഒപ്പുവെക്കുന്നതോടെ ഈ വീട് നിന്റേതാകും. എന്നാൽ എനിക്ക് ചില കണ്ടീഷനുകളുണ്ട്. നിനക്ക് ഈ വീട് എങ്ങനെ കിട്ടിയെന്ന് ആരോടെങ്കിലും പറയുകയോ എന്നെ ഇനി ബന്ധപ്പെടാൻ ശ്രമിക്കാനോ പാടില്ല. ഇനി നിന്റെ ജീവിതം നീ മനസ്സറിഞ്ഞ് ജീവിക്കുക. അങ്ങനെ എല്ലാം വായിച്ച ശേഷം അവൾ അതിൽ ഒപ്പിടാ. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാണ് തനിക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയെന്ന്. അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് എമിലിയെ ഡിസ്ചാർജ് ചെയ്ത് ബെൻ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതാ. അങ്ങനെ പോണ വഴി എമിലി ചോദിക്കുന്നുണ്ട്, നിന്റെ വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ശരിക്കും നീ IRS ഓഫീസിൽ തന്നെയാണോ ജോലി ചെയ്യണേ എന്നൊക്കെ. അപ്പോൾ ബെൻ അവളോട് ചൂടാവുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഇതിന്റെ പേരിൽ രണ്ടുപേരും തല്ലുപിടിക്കും. അവസാനം എമിലി വീടെത്തുമ്പോൾ ഒന്നും മിണ്ടാതെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോവും. ശേഷം ബെൻ പുറകെ പോയി സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നാ അവൾ കൂട്ടാക്കില്ല. പിന്നെ പിറ്റേ ദിവസം എമിലി കാണുന്നത് ബെൻ അവളുടെ വീട്ടിലെ പുല്ലൊക്കെ പറിക്കുന്നതാ. അപ്പോൾ അവൾ അവിടേക്ക് വരും. എന്നിട്ട് പറയും, ഹോ, ഇതൊരു വല്ലാത്ത ദുരന്തം പിടിച്ച സോറി പറച്ചിലാട്ടോ എന്ന്. ശേഷം അവൾ ബെന്നിനെയും കൂട്ടി അവളുടെ വീടിന്റെ പിന്നിലുള്ള ഗ്യാരേജിലോട്ട് പോവാ. അതൊരു പ്രിന്റിംഗ് പ്രസ് യൂണിറ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ അപ്പയുടെ കാലം തൊട്ടുള്ളതാട്ടോ. ഞാനും ഇതിൽ നന്നായി പ്രിന്റ് ചെയ്യായിരുന്നു. പക്ഷേ പഴയ മെഷീൻ ആയതുകൊണ്ട് റിപ്പയർ ചെയ്യാൻ ആളെ കിട്ടാണ്ടായി. അങ്ങനെ ഇത് പൂട്ടി. അന്ന് മുതലാ എൻ്റെ ലൈഫിന്റെ താളം തെറ്റി തുടങ്ങിയത്. എന്നിട്ട് അവൾ അന്ന് പ്രിന്റ് ചെയ്ത പല സാധനങ്ങളും കാണിച്ചു കൊടുക്കുക. ശേഷം അവർ ഒന്ന് നടക്കാൻ ഇറങ്ങാ. അപ്പോൾ നല്ലൊരു സ്ഥലം കാണുമ്പോൾ അവർ കുറച്ചുനേരം അവിടെ ഇരിക്കും. അപ്പോൾ എമിലി അവളുടെ മനസ്സ് വിട്ട് സംസാരിക്കുക, ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്നാ ലൈഫ് ഇത്ര ചെറുതാവുമെന്ന് ഞാൻ കരുതിയില്ല. ഒരുപാട് യാത്ര ചെയ്യണം, കുറേ ലോങ് ഡ്രൈവ് പോകണം, അതൊക്കെയായിരുന്നു ആഗ്രഹം. ഇപ്പോൾ ഇതൊക്കെ നടക്കില്ല എന്നോർക്കുമ്പോൾ കരച്ചിലല്ല, എനിക്ക് ചിരിയാ വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബെന്നിന് അവളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ വരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ബെൻ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. ശേഷം ബെൻ അവളൊന്ന് സർപ്രൈസ് ചെയ്യാൻ തീരുമാനിക്കാം. അതിനുവേണ്ടി ബെൻ അവളുടെ ഗ്യാരേജിൽ പോയി ആ പ്രിന്റിംഗ് മെഷീൻ ശരിയാക്കാം. ആളൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറും കൂടി ആയതുകൊണ്ട് അവൻ വിചാരിച്ചതിൽ നന്നായി അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ബെൻ ആദ്യം ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ നോക്കിയിരുന്നില്ലേ, അവന് വീണ്ടും അവൻ നോക്കി നിൽക്കുന്നതാ. ആ കുട്ടിക്ക് ക്യാൻസർ ആട്ടോ. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ബോൺ മാരിയോ മാറ്റി വെക്കണം. അത് ബെൻ കൊടുക്ക. അതോടെ ബെൻ ആകെ ടയേർഡാവാ. വളരെ ബുദ്ധിമുട്ടിയാണ് അവൻ ഹോട്ടൽ റൂമിലെത്തുന്നത്. ശേഷം അവൻ പതിയെ മയങ്ങിപ്പോവും. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുന്നത് എമിലിയുടെ ഒരു കോൾ വരുമ്പോൾ അവൻ എടുക്കും. അപ്പോൾ അവൾ, ഇന്ന് ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്ക് ഇറങ്ങ്, നമുക്ക് ഡിന്നർ ഒന്നിച്ച് കഴിക്കാന്നൊക്കെ പറയും. അപ്പോൾ ബെൻ അത് സമ്മതിക്കാം. ഇന്ന് എമിലിയുടെ ബർത്ത്ഡേ ആട്ടോ. അതുകൊണ്ട് ബെൻ വരുമ്പോഴേക്ക് എമിലി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ശേഷം അവരൊന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് ഡാൻസ് ഒക്കെ കളിക്കും. അപ്പോൾ ബെൻ പറയും, ഞാൻ നിനക്കും ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന്. എന്നിട്ട് അവളെയും കൂട്ടി ഗ്യാരേജിലോട്ട് പോവാ. എന്നിട്ട് ആ പ്രിന്റർ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോവും. അപ്പോൾ ബെൻ, ഞാൻ നിനക്ക് ഒരു ഗിഫ്റ്റ് കൂടി കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബെൻ കാറിൽ നിന്ന് അതെടുക്കാൻ പോവാ. അവൻ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ അനിയൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ബെൻ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? എത്ര വലിയ തെറ്റാ നീ ഇപ്പൊ ചെയ്തേക്കണേന്നറിയോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് ചൂടാവാ. അപ്പൊ ബെൻ, നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറയട്ടെ. നീ ആദ്യം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോഫി ഷോപ്പിൽ എവിടേക്ക് പോ, ഞാൻ അവിടേക്ക് വരാമെന്ന് പറയാം. അപ്പൊ ബ്രദർ പറയും, നീ പോയിട്ട് വാ, എത്ര വൈകിയാലും ഞാൻ നിന്റെ കാറിലിരിക്കാന്ന്. ശേഷം ബെഞ്ച് എമിലിയോട്, ഓ, നേരെ ഇത്രയും വൈകിട്ട് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറയാ. എന്നാ എമിലി അന്ന് ബെന്നിനെ അവിടെ നിന്ന് വിടില്ല. അവരങ്ങനെ ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് എമിലി പറയും, ഞാനിതുവരെ 1 മാസത്തിൽ മരിക്കുമെന്നോർത്ത് സങ്കടപ്പെട്ടിട്ടില്ല. എന്നാ ഇപ്പം അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. ആരെങ്കിലും എനിക്ക് ഹാർട്ട് തന്നായിരുന്നെങ്കിൽ നന്നായേനെയല്ലേ. എങ്കിൽ ഞാൻ തന്നെ നിന്നെ കെട്ടി നമ്മൾ അടിപൊളിയായി ജീവിച്ചാനേ. ശേഷം അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ ബെൻ അവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ അനിയനെ കാണാതെ അവിടെ നിന്ന് ഓടിപ്പോവാ. അവൻ നേരെ ഓടിപ്പോടുന്നത് എമിലിയുടെ ഡോക്ടറെ കാണാനായിരിക്കും. എന്നൊരു ഡോക്ടറിനോട് ചോദിക്കും, എമിലി രക്ഷപ്പെടാൻ എത്ര ശതമാനം ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറയും, ഇവിടുത്തെ പ്രധാന വില്ലൻ അവളുടെ ഗ്രൂപ്പാ, വളരെ റെയർ ഗ്രൂപ്പാണ് അവളുടേത്. അത് $200 കിട്ടാൻ 5% പോലും ചാൻസ് ഇല്ല. അത് കേൾക്കുമ്പോൾ ബെൻ അവിടുന്ന് പോവാ. അപ്പൊ പോണ വഴി ബെൻ അവന്റെ ഫ്രണ്ടിനെ വിളിക്കുക. എന്നിട്ട് അവനോട് നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സമയമായി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവൻ പൊട്ടിക്കരയുന്നുണ്ട്. ശേഷം അവന്റെ റൂമിലെത്തിയ ബെൻ ആ കണ്ണ് കാണാത്ത ആളില്ലേ എസ്ര, അയാളെ വിളിക്കുക. എന്നിട്ട് അയാളോട്
എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എസ്ര സാറിൻ്റെ ശബ്ദം ഞാൻ എങ്ങനെ മറക്കും സാർ. ഡോ ഞാനതിന് ഒരു സോറി പറയാനാട്ടാ ഇപ്പോൾ വിളിച്ചേ. ഞാനങ്ങനെ പെരുമാറിയത് തൻ്റെ ക്യാരക്ടർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പോൾ എസ്ര സാറല്ലേ അന്ന് ബാറിൽ എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചത്? അതെ. അപ്പോൾ സാറിന് എൻ്റെ അടുത്ത് നിന്ന് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. പകരം ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. പക്ഷേ അത് ഞാനായിരിക്കില്ല നിനക്ക് തരുന്നത്, എൻ്റെ ഫ്രണ്ട് മുഖേനയായിരിക്കും നിനക്ക് കിട്ടുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇസ്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ സിനിമയുടെ തുടക്കത്തിലെ സീനാ. 911 എന്ന എമർജൻസി നമ്പറിലേക്ക് ബെൻ വിളിച്ച് ഞാൻ മരിക്കാൻ പോവാന്ന് പറയുന്നത്. ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക അവൻ എന്തിനാണ് ഇത് ചെയ്തെന്നുള്ളത്. വളരെ സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരുന്നു ബെന്നും അവൻ്റെ ഗേൾഫ്രണ്ടും ജീവിച്ചിരുന്നത്. ബെന്നിനെ എല്ലാം ഒരു കുട്ടിക്കളി പോലെയായിരുന്നു. ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സാധനമില്ല. അങ്ങനെ അവൻ ഗേൾഫ്രണ്ടിൻ്റെ ഒപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അശ്രദ്ധ കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടാവാ. ആ ആക്സിഡന്റിൽ അവൻ്റെ വൈഫും ഓപ്പോസിറ്റ് വണ്ടിയിലെ 6 പേരടക്കം മൊത്തം 7 പേർ മരിക്കുക. തൻ്റെ അശ്രദ്ധ കാരണം ഒരു തെറ്റും ചെയ്യാത്ത 7 പേർ മരിച്ചത് അവന് വല്ലാത്തൊരു മനോവേഷമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അവനെ കാണുമ്പോൾ അവന് വളരെ ദേഷ്യവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു മുഖം. ഇതിനൊക്കെ പ്രായച്ചിത്തമായിട്ട് അവൻ ചെയ്യാൻ പോണതാ നമ്മളിനി കാണുന്നേ. അതിനായി ആദ്യം അവൻ തൻ്റെ ബാത്ത് ഡബ്ബിൽ പോയി കിടന്നിട്ട് അതിലേക്ക് അവൻ വളർത്തുന്ന ജെല്ലി ഫിഷ് ഇടുക. അവനറിയാം ലോകത്തിലെ മാരകമായ വേദനകളിൽ ഒന്നാണ് ജെല്ലി ഫിഷ് കടിച്ചാലുണ്ടാവുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത 7 പേരുടെ മരണത്തിനിടയാക്കിയ തൻ്റെ മരണം നിസ്സാരമാവരുതെന്ന് അവനുണ്ടായിരുന്നു. ശേഷം ബെന്നിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അത് കഴിഞ്ഞ് എമിലിക്കൊരു കോൾ വരും. നിങ്ങൾക്കൊരു ഡോണർ റെഡി ആയിട്ടുണ്ട്, വേഗം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ശേഷം എമിലിയുടെ ഓപ്പറേഷനാണ് കാണിക്കുന്നത്. അതും വിജയകരമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബെന്നിൻ്റെ ഫ്രണ്ടിനെ കാണിക്കാം. അവൻ്റെ കാര്യം കഷ്ടം. തൻ്റെ ഫ്രണ്ട് മരിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടും കൂട്ടു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. കാരണം താൻ മരിച്ച തൻ്റെ ഹാർട്ട് എമിലിക്ക് കൊടുക്കണം, കണ്ണ് ഇസ്രാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവനെയാ. അവിടുന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് ബെന്നിൻ്റെ അനിയനെയാ. അവൻ ബെൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ വന്നേക്കാ. അപ്പോഴാണ് ബെൻ താൻ ഡൊണേറ്റ് ചെയ്യുന്ന ഓർഗൻസൊക്കെ അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടി റിസർച്ചൊക്കെ ചെയ്തിരിക്കുന്നത് അവൻ കാണുന്നത്. ഒപ്പം ഓരോരുത്തർക്കായി എഴുതി വെച്ചിരിക്കുന്ന എൻവലപ്പും അവൻ കാണും. അപ്പോൾ അതിൽ എമിലിയുടെ എൻവലപ്പുമായി അവൻ എമിലിയെ പോയി കാണാം. അപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ആക്സിഡൻറ്റിന് ശേഷം ആകെ സങ്കടത്തിലായ തൻ്റെ ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്തേക്കണേന്ന് തനിക്കിപ്പോഴാണ് മനസ്സിലായേ. കുറച്ച് നാൾ മുമ്പ് എനിക്ക് ലങ് ക്യാൻസർ വന്നായിരുന്നു. അപ്പോൾ അവൻ്റെ ലങ്സിൻ്റെ ഒരു ഭാഗം എനിക്ക് അവൻ തന്നു. അത് ഞാൻ അവൻ്റെ അനിയനായതുകൊണ്ട് തന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചേ. എന്നാൽ ഹോളി എന്ന് പറയുന്ന ഒരു ലേഡിക്കും അവൻ്റെ കരളിൻ്റെ ഒരു ഭാഗം അവൻ ദാനം ചെയ്തിട്ടുണ്ട്. അത് തുടക്കത്തിൽ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ലേഡിയില്ലേ, അതായിരിക്കും. പിന്നെ ഒരു കുട്ടിക്ക് ബോൺ മാരിയോ, കോച്ചിന് കിഡ്നി, ഇസ്രാക്ക് കണ്ണ്, പിന്നെ നിനക്ക് ഹാർട്ട്. താൻ കാരണം 7 ജീവൻ പൊലിഞ്ഞു പോയി. അതിന് പകരം 7 പേർക്ക് അവൻ പുതുജീവൻ നൽകുക. ഇതൊക്കെ കേൾക്കുമ്പോൾ എമിലി ഭയങ്കരമായിട്ട് കരയാട്ടോ. ശേഷം അവൾ വീട്ടിൽ പോയി ബാത്ത് ഡബ്ബിൽ കിടന്ന് ബെന്നിൻ്റെ ഹാർട്ടിനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് എമിലി ബെൻ കണ്ണ് കൊടുത്തില്ലേ, ഇസ്ര അവനെ കാണാൻ പോയേക്കുന്നതാ. ഇസ്രയാണെങ്കിൽ കണ്ണ് കിട്ടിയപ്പോൾ ഒരു പിയാനോ സ്കൂളൊക്കെ തുടങ്ങും. അവിടെ ചെയ്ത് എമിലി ഇസ്രയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ അവന് മനസ്സിലാവും അത് എമിലിയാണെന്ന്. അങ്ങനെ ബെന്നിപ്പോൾ 7 പേരുടെ ശരീരത്തും മാത്രമല്ല 7 പേരുടെ മനസ്സിലും ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ സിനിമയോട് അവസാനിക്കുക. അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു മൂവി ആയോന്നായിരിക്കും. ബൈ.